നമസ്കാരം. മീഡിയ പ്ലസ് അവതരിപ്പിക്കുന്ന മായാക്കാഴ്ചകളുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. പുതുമയെ സ്നേഹിക്കുന്നവരാണ് നമ്മളൊക്കെ തന്നെ. എന്നാൽ പഴമയെ സ്നേഹിക്കുകയും താലോലിക്കുകയും അത് മനസ്സിൽ സൂക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ആ അറിവുകൾ പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമുണ്ട്. പേര് വലിയമല സുരേഷ്. വലിയമല സുരേഷിൻ്റെ പൈതൃക കൂടാരത്തിലെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ മായാക്കാഴ്ചകൾ പോകുന്നത്. നമുക്ക് ആ അതിമനോഹരമായിട്ടുള്ള മായാക്കാഴ്ചകൾ കണ്ടുവരാം. നമ്മൾ വലിയമല സുരേഷിൻ്റെ പൈതൃക കൂടാരത്തിൽ എത്തി നിൽക്കുകയാണ്. സുരേഷ്, നമസ്കാരമുണ്ട്. നമസ്കാരം. സുരേഷിൻ്റെ പൈതൃക കൂടാരത്തിലാണ് ഇപ്പോൾ. ഇവിടെ ഒത്തിരി കാഴ്ചകൾ, ഗാർഹിക അളവ് തൂക്ക ഉപകരണങ്ങളുടെ ഉൾപ്പെടെ പഴയകാല ഉപകരണങ്ങളാണ് പലതും. അതെ അതെ അതെ. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ ഉപകരണങ്ങളിലോട്ട് അല്ലെങ്കിൽ ഈ പുരാവസ്തുക്കളോടുള്ള താല്പര്യം തോന്നി തുടങ്ങി? അല്ല, അത് 10-20 വർഷത്തെ ഒരു തപസ്യയാണ്. ഒരു പൊതുസമൂഹത്തിൽ അതിന് വളരെ ഇതായിട്ട് എങ്ങനെയും ഇത് പുതിയ ഒരു തലമുറയ്ക്ക് പഴയ അറിവുകൾ പകരുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 20 വർഷം മുമ്പേ തുടങ്ങിയ ഒരു പ്രയത്നമാണ്. ഇതിനു വേണ്ടി പല സംസ്ഥാനങ്ങളിലും ഇറങ്ങിയൊക്കെ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പുരാവസ്തുക്കളെന്ന് പറയാനായിട്ട് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എല്ലാം തന്നെ ഒരു പൈതൃക വസ്തുക്കളാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാം കണ്ട് പരിചയിച്ച, നമ്മൾ ജീവിച്ച ആ സാഹചര്യം പുതുതലമുറയ്ക്ക് അറിവ് പകരാൻ, അവരെ കണ്ടറിയിക്കാൻ ഉള്ള ഒരു ശ്രമം. അത് നമ്മളൊരു സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും കൂടെ ഒരു കാരണമായി ഞാൻ ഇത് സംരക്ഷിക്കുകയാണ്, ഇത് പ്രചരിപ്പിക്കുകയാണ്. പുതുതലമുറയ്ക്ക് യഥാർത്ഥത്തിൽ ഈ പഴയകാല ഉപകരണങ്ങളൊന്നും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. അത് നമുക്ക് പല കുട്ടികളോടും ചോദിക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് എന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ടറിയാം. സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഇതിനു വേണ്ടിയുള്ള സമയം കൂടി എങ്ങനെ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ഞാൻ ഒരു സർക്കാർ ജീവനക്കാരനെന്നതിലുപരി നമ്മൾ ഈ സമൂഹത്തിലെ ഒരു വ്യക്തി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ പല ജില്ലകളിലും ട്രാൻസ്ഫറായി ജോലിക്ക് പോയിട്ട് വരുമ്പോഴും അല്ലാതെയൊക്കെ എന്നെ തേടിപ്പിടിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിരുന്നാലും മറ്റ് പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നതിൽ നിന്ന് ഇന്ന സാധനങ്ങൾ എടുത്ത് കിട്ടും എന്നുള്ളത് അവിടെ പോയി പലരെയും സമീപിക്കുകയും ചിലർ നല്ല മനസ്സോടുകൂടി സൗജന്യമായി ഇത് ഇത് വരും തലമുറയ്ക്ക് പകർന്നു നൽകാനായിട്ട് കൊണ്ടുപോകുമെന്ന് പറയും. ചിലർക്ക് കാശ് കൊടുക്കേണ്ടിയും വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ശ്രദ്ധാപൂർവം കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ള. ഇത് ഉള്ള സൗകര്യത്തിൽ വെച്ചിട്ടുണ്ട്. 2500ഓളം വസ്തുക്കളുണ്ട്. അമൂല്യമെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇത് സന്ദർശിച്ച കുട്ടികളും എൻ്റെ രക്ഷിതാക്കളൊക്കെ ഭയങ്കരമായ കുട്ടികളൊക്കെ സന്ദർശിക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ ഒരു കൂട്ടായ്മയുടെ ഇടത്തിലെ അല്ലാതെയൊക്കെ കൂട്ടായ്മകളിൽ പിള്ളേരൊക്കെ വന്ന് അവർ സന്ദർശിച്ചിട്ട് അവർക്ക് വീണ്ടും വരണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇതൊരു സ്വകാര്യ മ്യൂസിയം പോലെ ഞാൻ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. തീർച്ചയായിട്ടും ഇതൊരു കണ്ടപ്പോൾ തന്നെ ഒരു സ്വകാര്യ മ്യൂസിയം ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്കിനി ആ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത്. ആ ഉപകരണങ്ങളുടെ ഉൾപ്പെടെയുള്ളവയുടെ വിശദീകരണം, എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങൾ, എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാകും. നമുക്ക് പ്രിയ പ്രേക്ഷകർക്ക് അവരുടെ അറിവിലേക്ക് നമുക്കിത് പകർന്നു നൽകാൻ വളരെ സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലോട്ട് തന്നെ പോകാം. പൈതൃക കൂടാരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം ഒന്ന് കയറുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണമാണ് ഉരൽ, അല്ലേ? അതെ അതെ. ഇതെന്തെന്ന് തടിയിലുള്ള മര ഉരലാണ്. കരിപ്പൂരുള്ള ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അത് കൊണ്ടുവന്ന് വെച്ച് കാലപ്പഴക്കത്താൽ അത് ദ്രവിച്ചു പോയിട്ടുണ്ട്. അല്ലാതെ വേറെ ഉരലുകളുണ്ട്. മര ഉരൽ നമ്മൾ ഈ പണ്ട് ധാന്യങ്ങൾ പൊടിക്കുന്നത് തന്നെ മര ഉരൽ, അതിൽ നെല്ല് കുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കല്ലുരൽ തന്നെ നെല്ല് കുത്താനിട്ടുണ്ട്. ഇത് തടിയിലുള്ളതാണ്. തടിയിലുള്ള 2 തടിയാണ് നിലവിളക്ക്. അത് ഇന്ത്യ പോസ്റ്റിൻ്റെ ടെലിഗ്രാമാണ്. അപ്പോൾ 1949 അതാണ്ട് സീല് വഹിപ്പിച്ചിട്ടുണ്ട്, കൽക്കട്ട എന്നുള്ള. അപ്പോൾ അതിൽ പിന്നെ ഒരാളിന് സുഖമില്ലെന്നോ മരണപ്പെട്ടെന്നോ അപ്പോൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് നമുക്ക് ടെലിഗ്രാം മണിയടിച്ചെന്നൊക്കെ പറയുന്ന ടെലിഗ്രാം വരുന്ന ഇതാണ്. കമ്പി അടിച്ചെന്നൊക്കെ പറയുന്നത്. ഇത് അഞ്ചൽ തപാലാണ്. മേൽവിലാസക്കാരന് അഞ്ചലോട്ടക്കാരൻ കൊണ്ടുപോകുന്ന തപാലാണ്. പല സുഖവിവരങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി എത്തിക്കുന്ന അഞ്ചൽ തപാലാണ്. ഏർമയിൽ
പണ്ട് വിദേശ രാജ്യങ്ങളിൽ വന്ന എയർമെയിലുകൾ. നമുക്കിന്ന് വിശ്വസിക്കാൻ കഴിയില്ല, പണ്ട് റേഡിയോയ്ക്കും ലൈസൻസ് ഉണ്ടായിരുന്നു. റേഡിയോയുടെ ലൈസൻസാണിത്. അത് ശരി. അത് തന്നെ അതായത് പോസ്റ്റ് ഓഫീസിൽ ചെന്ന്, ഇതിപ്പോൾ നമ്മളെ പൂവാറുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ ഒരു വ്യക്തി അവർ സ്റ്റാമ്പ് തുപ്പിച്ച് ഓരോ വർഷവും ആ റേഡിയോയുടെ ലൈസൻസ് പുതുക്കണമായിരുന്നു. അതെ. പിന്നെ ഇത് ഇന്ത്യയിൽ ഒരു വിശാലമായ പല കാലഘട്ടത്തിലുള്ള നാണയങ്ങളുടെ അപൂർവ കളക്ഷൻ തന്നെ ഉണ്ട്. വിക്ടോറിയ രാജകുമാരിയുടെ കാലഘട്ടത്തിലുള്ള, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ കാലഘട്ടത്തിലുള്ള, നമ്മുടെ തിരുവിതാംകൂർ വേണാട് രാജവംശത്തിൽ ആ കാലഘട്ടത്തിലുള്ള അണകളും നാണയങ്ങളും ഒക്കെ, കാലെണ്ണ, അരയണ്ണ, അങ്ങനെയുള്ള നാണയങ്ങളുടെ അതിവിപുലമായ ശേഖരം തന്നെയുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ ഓട്ടക്കാലണ എന്ന് പറയുന്ന, അത് ഓട്ടക്കാലണകളാണ്. ഈ നാണയത്തിന്റെ തന്നെ ഒരു വലിയ ശേഖരം. സത്യത്തില് ഈ നാണയത്തിന്റെ മാത്രം ഒരു മ്യൂസിയം റെഡിയാക്കാനുള്ള ഒരുപാടുണ്ട്. 1 പൈസ 2 പൈസ അതിൻ്റെ എല്ലാം കളക്ഷൻ ഉണ്ട്, പലതരത്തിലുള്ള നാണയങ്ങളുടെ. ഇതൊക്കെ 10 പൈസ തൊട്ട് 10 പൈസയുടെ വിവിധ തരത്തിലുള്ള കാലയളവിലുള്ള. ഇത് 2 പൈസയാണ്, 3 പൈസ, 5 പൈസയൊക്കെ അന്ന്. ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചത്, ഇങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാകാനുള്ള കാരണം കൂടി ഒന്ന് പറഞ്ഞു. പ്രചോദനം ഇത് പിന്നെ ആദ്യകാലഘട്ടത്ത് എൻ്റെ അമ്മുമ്മയും അപ്പൂവിനൊക്കെ ഓരോ പെട്ടികൾ വെച്ചിട്ട് അവർ, ഞങ്ങളെ ചെറിയ വീടുകളായിരുന്നെങ്കിൽ അത് സംരക്ഷിക്കാൻ അവർ എത്ര എന്തൊക്കെ നനഞ്ഞു കുതിർന്ന് നശിച്ചാലും ആ പെട്ടി അവർ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കൗതുകം ചോദിച്ച് പിന്നീടാണ് അറിയുന്നത് അതിൽ പ്രമാണങ്ങളുണ്ട്, അല്ലെങ്കിൽ പൈസയുണ്ട്, അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പണ്ടത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത്, പിന്നെ എൻ്റെ അമ്മയ്ക്ക് മലക്കറി കച്ചവടമായിരുന്നു, അവിടെ നിന്ന് ആ ഒരു കൈപ്പെട്ടി അമ്മുമ്മ ഉപയോഗിച്ചിരുന്നതാണ്. എൻ്റെ അമ്മുമ്മ വന മേഖലയിൽ കൊണ്ടുകിടന്ന പച്ചക്കറി, അല്ല പുകയില ഉൽപ്പന്നങ്ങളടക്കം കൊണ്ടുപോകുമായിരുന്നു. പിന്നെ സ്പൈസസ് ഒക്കെ കൊണ്ടുവന്ന ഇത് ബോണക്കാട് എസ്റ്റേറ്റിൽ പോകും. അപ്പോൾ അത് കൊണ്ടുപോയിട്ടൊക്കെ വരുമ്പോൾ കിട്ടുന്ന നാണയങ്ങൾ, അങ്ങനെ അന്ന് ഉപയോഗിച്ചിരുന്ന പെട്ടികൾ കിട്ടി. അത് അവിടെ നിന്ന് കളക്ട് ചെയ്ത് ഉറപ്പായും അച്ഛന് ഉടമയായി മാറാൻ കഴിയും. തീർച്ചയായിട്ടും അച്ഛൻ എന്ത് തോന്നുന്നു, ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര. നിങ്ങൾ വന്നപ്പോൾ, നിങ്ങളൊക്കെ വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ, ഓരോരുത്തരും വരുമ്പോൾ, അതാണ് ഇത്. മൂല്യം കണക്കാക്കിയാൽ ലക്ഷങ്ങൾ വരും. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും വന്ന് കണ്ട് ആ കൊച്ചുകുട്ടികളെയും പിന്നെ രക്ഷിതാക്കളുടെയൊക്കെ മനസ്സും മുഖവും ഒക്കെ കണ്ടറിയുമ്പോൾ അതിലപ്പുറം നമുക്ക് നമ്മൾ ഒരു പൗരൻ ഈ ലോകത്ത് ദൈവം നമ്മളെ ജന്മം എടുത്തു കഴിഞ്ഞാൽ അവനൊരു കർത്തവ്യമുണ്ട്, അല്ലെങ്കിൽ അവൻ അവിടെ ജീവിച്ചിരുന്നുള്ള ഒരു സിഗ്നേച്ചർ ഒതുക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. ഒരു സുരേഷ് വന്ന് മരിച്ചു അങ്ങ് പോയതല്ല, സുരേഷ് ഇവിടെ വന്ന് എന്ത് കാണിച്ചു. അപ്പോൾ എനിക്ക് എന്തായാലും എന്തൊക്കെ മാളികകളുണ്ടായാലും അടുത്ത തലമുറയ്ക്ക് ബോധ്യമാവില്ല, അതൊക്കെ വിറ്റുപോകും. ഞാൻ ഉണ്ടാക്കിയ ഇത്തരം സ്വത്ത്, ഇതാണ് സ്വത്ത്, ഇത് മറ്റു തലമുറയ്ക്ക് സുരേഷിൻ്റെ ഒരു വലിയ സിഗ്നേച്ചർ തന്നെയാണ്.
കാർഷികമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളാണ്. കൃഷി ഒരു കാലഘട്ടം നമ്മുടെ ജീവനാഡിയാണ്, അന്നം നൽകുന്ന കർഷകനാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് കൃഷി വകുപ്പിലായതുകൊണ്ട് മാത്രമല്ല, കൃഷി എന്നും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കൃഷിക്കാരെ ആദരിക്കപ്പെടേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഇത്. വെള്ളം തേകുന്ന തേക്കുകുട്ടയാണ്. തേക്കുകുട്ടയുടെ തന്നെ പിന്നെ പനമ്പിലുള്ളതും തടിയിലുള്ളതുണ്ട്. ഒലക്കകൾ, വിവിധ തരത്തിലുള്ള കലപ്പകളുണ്ട്, പണിയായുധങ്ങളുണ്ട്, പാതാളക്കരണ്ടി. ഇതൊന്ന് വിശദീകരിക്കണം, കാര്യം എന്തിനാണുള്ളതെന്ന് പലർക്കും അറിയില്ല. അതെ അതെ, ഈ പാതാളക്കരണ്ടി പല ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഫയർഫോഴ്സുകാർ നമ്മൾ ഡെഡ് ബോഡിയൊക്കെ എടുക്കുന്നതിന് പല കയങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ ഇത് കയറിട്ട് എടുക്കുന്നത്. പക്ഷേ എല്ലാ വീടുകളിലും പാതാളക്കരണ്ടി ഉണ്ടായിരുന്നു. കാരണം എന്താ പറയുക, അന്ന് പാളയും തൊട്ടിയൊക്കെയാണ് നമ്മൾ വെള്ളം കോരാൻ കിണറുകളിൽ ഉപയോഗിച്ചിരുന്നത്. അത് താഴെ പോകുമ്പോൾ ഇതിൽ കയറ് കെട്ടിയിട്ട് കറക്കുമ്പോൾ എവിടെയെങ്കിലും അത് ചുറ്റി മുകളിലേക്ക് വരും. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റുന്ന പാതാളക്കരണ്ടിയാണ്. ഇതിൽ കലപ്പ, നുകം, നമ്മൾ കന്നുകാലികളെ കാലികളെ പോത്തിനെ പിടിച്ചിട്ട് രണ്ടെണ്ണമുള്ള ഇത് ഒറ്റപ്പോത്ത് വരുന്ന നുകമാണ്. കൈക്കോടാലി, കുന്താലി, ഇത് കൊപ്രയൊക്കെ നീക്കുന്ന കൊപ്ര നീക്കിയാണ്. ഇതേ മോഡലിൽ തന്നെ നെല്ല് നീക്കിയുണ്ട്. വിവിധ തരം അരിവാളുകളുണ്ട്. ഇത് പിന്നെ തേനീച്ചെന്ന് തേന് മാറ്റിയെടുക്കുന്ന റാട്ട്, സ്പ്രേയറുകൾ. രണ്ട് വശങ്ങൾ രണ്ട് വശങ്ങളായി. ഇത് കള്ളി എത്തുന്ന മാട്ടാണെങ്കിൽ ഇത് നാഴി. ഇപ്പോഴും മിക്ക വീടുകളിലും നാഴിയുണ്ട്. പക്ഷെ ഈ പക്ക ഇപ്പോ എനിക്ക് തോന്നുന്നു പലയിടങ്ങളിലും ഇല്ല. കാരണം നാഴിയുടെ സ്ഥാനത്ത് ഇന്നിപ്പോ ഗ്ലാസ്സുകളായി. അങ്ങനെ ഇത് നെല്ല് നമ്മൾ ഉണക്കാൻ ഉപയോഗിക്കുന്ന പിന്നെ പനമ്പാണ്. അപ്പോൾ ചിക്ക് പാ എന്ന് പറയും. ഇത് കള്ളുമാട്ടം. ഇത് താഴെ കാണുന്നത് കള്ളുകുടം. അപ്പോൾ ഇത് പിന്നെ കർഷകൻ ഉപയോഗിക്കുന്ന പിന്നെ പനയോല തൊപ്പിയാണ്. പിന്നെ അത് മുറമാണെങ്കിൽ ഇത് വിത്ത് നമുക്ക് അത് ചാണകം തേച്ച് പിടിപ്പിച്ചിട്ടുള്ള വിത്ത് ഒറ്റിയാണ്. വിത്ത് പിന്നെ പാടത്ത് വിതറാനായിട്ട്. ഇത് നമ്മൾ മീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇടിയിൽ കെട്ടിയിട്ടേക്കും അരയിൽ. അപ്പോൾ മീൻ പിടിച്ച് ഇതിലേക്ക് ഇടും. വിവിധ തരം ചീവുളികൾ. ഇത് പാലക്കാടൻ ഭാഗത്ത്, തിരുവനന്തപുരം തെക്കൻ കേരളത്തിലില്ല, അവിടെയുള്ള മരമാണ്. ഇത് നമ്മൾ തെക്കൻ കേരളം മരം അടിക്കുന്നത്. ഇത് ഉഴുതു മറിച്ചതിന് ശേഷം നിരപ്പ് വരുത്തുന്നത്. അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിവിധ തരത്തിലുള്ള പടിയായുധങ്ങൾ, അതായത് വെട്ടുകത്തി തന്നെ നമ്മളതിൽ പല മോഡൽ. ഇത് പണ്ട് കാലത്ത് ഓരോ കർഷകൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ്. നമ്മൾ ഇത്തരമുള്ള പിന്നെ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവർ പിന്നെ ഓല വടയുന്നതിന് വേണ്ടി മടലെല്ലാം വെട്ടിക്കീറുന്നതിന് പലതരത്തിന് ആവശ്യത്തിനനുസരിച്ചുള്ള എന്നതാണ് പണിയായുധങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങ പണ്ട് പൊതിച്ചിരുന്ന പാരയാണ്. എന്നാൽ ഈ ഇത് ഒരു മോഡേൺ എന്ന് പറയാൻ രീതിയിലുള്ള ഇത് നമ്മൾ ഷവലായിട്ട് ഉപയോഗിക്കാം. എന്നാൽ ഇത് കറക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് മൺവെട്ടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെ അതെ, മൺവെട്ടിയാക്കാനും പറ്റുന്നതാണ്. ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് മൺവെട്ടിയായി. ഷവലായിട്ട് ഉപയോഗിക്കാം. ടാപ്പിംഗ് കത്തിയാണ്. നിലന്തല്ലി. ഇത് കട്ടമരമാണ്. ഇത് നമ്മളെ പണ്ട് പിന്നെ ഇരിപ്പ് കൃഷി ആയിരിക്കുമല്ലോ പലപ്പോഴും. അത് കഴിഞ്ഞ് നമ്മൾ പാടത്ത് കൊയ്ത് കഴിഞ്ഞതിന് ശേഷം നിലം പൊടിപ്പൂട്ട് പൂട്ടിയതിന് ശേഷം ഉഴുന്ന് പയറൊക്കെ നട്ടുപിടിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ ആ കട്ട പൊടിക്കുന്നതിന് വേണ്ടിയുള്ള കട്ടമരമാണിത്. അപ്പോൾ ഇത് കയറിൽ കെട്ടി പിന്നെ ഉഴവുമാടുകളെ കൊണ്ട് തള്ളി നീക്കുമ്പോൾ അത് പൊടിയുന്നു. ചിലർ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുട്ടികളെ പിടിച്ചിരുത്താറുണ്ട്. ഇത് നമുക്ക് പലരും ഇത് ഉപയോഗിക്കാറില്ല. തെങ്ങിലേക്ക് വന്നു. പിന്നെ വിവിധ തരം എലിപ്പെട്ടികളാണ്. നേരത്തെ പറഞ്ഞ തന്നെ നമ്മളെ നിലം കട്ട ഉണ്ടായിരിക്കും. ആ കട്ട പൊടിയൻ ഇതാണ് ചുറ്റികയാണിത്. ഇതുകൊണ്ട് കട്ട പൊടിക്കും, തട്ടിപ്പൊട്ടിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ, എലിപ്പെട്ടികൾ പലതരം. എലിപ്പെട്ടികൾ എല്ലാം പലതരത്തിലുണ്ട്. കപ്പി വയലിൽ കുത്തി വയ്ക്കുന്ന തോല് വെട്ടിക്കമ്പാണ്. അതായത് ഇതുകൊണ്ടാണ് കൊന്നയും അതുപോലെ തന്നെ പേഴിൻ്റെ തോല്. ജൈവ കൃഷിയായിരുന്നല്ലോ അന്ന് കൂടുതലും. അപ്പോൾ ഇത്
ഇടിച്ചു ഊന്നിയിട്ട് അതിനെ വെട്ടിയിട്ട് അപ്പോൾ ഉഴുതിറങ്ങി അത് അഴുകി ഉപയോഗിക്കുന്നു. വെറ്റില കൃഷി, കരകൃഷിയിൽ തന്നെ പച്ചക്കറി ആയിരുന്നാലും വെറ്റില ആയിരുന്നാലും കൃഷി ചെയ്താൽ അവർ ജലസേചനം നടത്താൻ ഉപയോഗിച്ചിരുന്നതാണ് ഈ കാക്കോട്ടകൾ എന്ന് പറയും. അപ്പോൾ ഇത് പാള കൊണ്ട് ഉപയോഗിക്കും, മെറ്റൽ കൊണ്ട് ഉപയോഗിക്കും. ഇതിൽ നിറയെ വെള്ളം കുളത്തിൽ നിന്ന് കോരി അതിനെ തോളിൽ വെച്ചിട്ട് ഇത് കൊണ്ടുവന്ന് ചരിച്ചൊഴിക്കുന്നതാണ് കാക്കോട്ടകൾ. ഇത് വിത്ത് കലമാണ്. വിത്ത് ഒരു ആണ്ടത്തെ കൃഷി കഴിഞ്ഞ് ഏറ്റവും മൂപ്പെത്തിയ നല്ല വിത്ത് പിന്നെ പതിര് മാറ്റി നമ്മൾ സംഭരിച്ച് വെച്ചേക്കും. അത് അടുത്ത വർഷത്തെ കൃഷിക്ക് ഉപയോഗിക്കാനുള്ള വിത്ത് കലങ്ങളാണ്. നമ്മളെ പണ്ടുകാലത്തെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മളെ മൺകട്ടകൾ ഇറക്കുന്ന കട്ടള പടികൾ, ഇതിലെല്ലാം കട്ട ഇറക്കുന്നു. അതിൻ്റെ പുതിയ വെർഷനായിട്ട് ചുടുകല്ലിലേക്ക് വന്നപ്പോൾ ഇത് ചുടുകല്ല് ഉണ്ട്. ഈ ഒരു വലിയ ചുറ്റികരിക്കുന്നത് എന്താണ്? ഇത് അഷ്ടബന്ധം ഉറപ്പിക്കാനും പണ്ടത്തെ തറവാടുകൾ പിന്നെ കൊട്ടി ഒതുക്കാനും ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഇതാണ്. ഇത് ഈ ചുറ്റി അത് നല്ല വെയിറ്റ് ഉള്ളതാണ്. ഇത് പിന്നെ അഷ്ടബന്ധം പിന്നെ ഇടിച്ച് വളരെ അതിനെ പദം വരുത്തുന്നതിന് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഈ രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാം. ഇത് രണ്ട് ഒരു ചെയിനാണ്, ഇതൊന്ന് വാളാണ്. അതെ അതെ, ഇത് രണ്ടും കാര്യം പുതിയ തലമുറ ഇല്ല ഇത് അളക്കാൻ ഉപയോഗിക്കുന്ന പിന്നെ ചങ്ങലയും ക്രോസ് സ്റ്റാഫാണ്. ഇതിൻ്റെ അളവിൻ്റെ കറക്റ്റ് ദിശ അറിയാൻ കണ്ണ് ഇതുവഴി നോക്കിയിട്ട് അളവുകാർ അതിൻ്റെ ദിശ അറിയുന്നു. അതുപോലെ തന്നെ വൻമരങ്ങൾ ഇന്ന് ഈ കാണുന്ന എൻ്റെ കുടുംബ വീടടക്കമുള്ള എൻ്റെ മിക്ക വീടുകളും നിർമ്മിച്ചിരിക്കുന്നത് നല്ല പഴക്കമുള്ള മരങ്ങളാണ്. ആ മരങ്ങൾ നമ്മൾ അറുത്ത് മാറ്റുന്നതിന് ഉപയോഗിച്ചിരുന്ന അർക്കവാളികളാണ്. രണ്ടുപേരും, ഒരാൾ ആ തടിയുടെ മുകളിലിരിക്കണം, ഒരാൾ താഴെ നിന്ന് അറുത്ത് കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ. അതെ അതെ, ഇത് പിന്നെ യഥാർത്ഥ ഒരു വള്ളത്തിൻ്റെ പീസാണ്. അപ്പോൾ പിന്നെ അതിൽ ചുണ്ടൻ വെള്ളം, ആ വള്ളത്തിൽ തന്നെ കണ്ടാൽ അറിയാം ചെമ്പാണികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇരുമ്പാണികളല്ല. അത് ഇത് കൃഷിക്ക് ഉപയോഗിക്കുന്ന പിന്നെ ഇതാണ് നമ്മളെ കട്ട കുത്തി എന്ന് പറയും. ഈ വെയിറ്റുള്ള വരമ്പെല്ലാം കുത്തി ചെളി മാറ്റിയെടുക്കുന്ന കട്ട എല്ലാം കുത്തിയെടുക്കുന്നതാണ് കട്ട കുത്തി. പിന്നുള്ളത് റേഡിയോ ഒരു കാലഘട്ടത്തിൽ നമ്മളെ സംഗീത സാന്ദ്രമാക്കി നമ്മളെ മനസ്സിനെ കാതിനേക്ക് കുളിർമയാകിയ പിന്നെ ആകാശവാണിയുടെ സ്വരമാധുര്യം കേട്ടറിഞ്ഞ പണ്ടത്തെ റേഡിയോകളാണ്. അത് വിവിധ തരങ്ങളുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷം വാൽവ് റേഡിയോകളാണ്. പിന്നെ പാനസോണിക്കിൻ്റെയും ലണ്ടിക്കിൻ്റെയും ഷാർപ്പിൻ്റെ അടക്കമുള്ള ഫിലിപ്സ് അടക്കമുള്ള വിവിധ റേഡിയോകളുടെ ശ്രേണികളാണ്. ഇതിലൊരു 60% വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത് ക്യാമറകൾ വിവിധ തരം ക്യാമറകളുണ്ട്. വിവിധ തരത്തിലുള്ള അളവ്, ചെറിയ ഹാൻഡ് സ്കെയിൽ തൊട്ട് വലിയ നല്ല വെയിറ്റുകൾ തൂക്കുന്ന അളവ് തൂക്കമാണ്. ഇതൊക്കെ പല മോഡലിലുള്ളതാണ്. ഇതെന്താ അളക്കുന്ന ഇതാണ്. ഇത് നമ്മളൊരു ത്രാസാണ്. ഈ ത്രാസിൽ നമ്മൾ നേരിട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അളവ് വ്യക്തമല്ല. ഇതിന് ഇത് അടച്ച് വയ്ക്കുന്ന ഒരു പീസാണ്. ഇത് അടച്ചിട്ട് അത് തുറക്കുമ്പോൾ ഇവിടെ ഗ്ലാസ് വെച്ചാൽ മാത്രമേ ഇത് ഏതാണെന്ന് നമുക്ക് ഡയറക്ഷൻ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ ഗ്ലാസ്സിലൂടെ നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് തിരിഞ്ഞിട്ടുള്ള ഒരിതാണ്. അത് അളവ് കറക്റ്റാണ്. അതെ അതെ. ഇതും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിലും മറ്റ് തപാല ഓഫീസുകളിലും ഉപയോഗിക്കുന്ന അളവുകൾ. നമ്മൾ പണ്ട് പിന്നെ ഇതൊന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണല്ലോ ഈ മഞ്ഞുകല്ലുകൾ. ഇതെല്ലാം മഞ്ഞുകല്ലുകളാണ്. പല ലാത്ത് എല്ലാം മഞ്ഞുകല്ലെന്ന് പറയുന്ന കല്ല്. ഇതാണ് നമ്മൾ വിറവും മരിച്ചിനിയും മറ്റ് ധാന്യങ്ങളൊക്കെ തൂക്കി കൊടുക്കുന്ന മഞ്ഞുകല്ല്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത്തരം പൗണ്ട് കല്ലുകളിലേക്ക് മാറിയത്. പൗണ്ട് കല്ലുകളിൽ നിന്നാണ് നമ്മളെ കിലോഗ്രാമുകളിലേക്ക് ഇതിലോട്ട് മാറിയത്. ഇതെല്ലാം കിലോഗ്രാമുകളും ഗ്രാമുകളുമാണ്. ഇത് പിന്നെ സീറ്, പല കാലഘട്ടത്തിലുള്ള സീറാണ്. ഇത് 2 സീറാണ്. സീറുണ്ട്, അത് കഴിഞ്ഞ് ഔൺസ് ഉണ്ട്, ഇതിൽ തോലയുണ്ട്. അപ്പോൾ ഈ തോല കണക്കാക്കി ഇത് 160 തോലയാണ്. 160 നമ്മൾ തോല. അത് ചെറിയ അളവുകളിൽ ഗ്രാമുകളും ആയിട്ടൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസമാണെങ്കിലും അത് വളരെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. പിന്നെ ഈ ത്രാസ് ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ അളവാണ്. കുഞ്ഞ് പിറന്നു വീണാൽ ഉടനെ തന്നെ അതിൻ്റെ നീളവും തൂക്കവും എടുക്കുന്ന ഇതിൽ സ്കെയിൽ വെച്ചിട്ട് അളവ് വെച്ചിട്ട് എടുക്കും. ഇതെല്ലാം സ്കെയിൽ ഗ്ലാസ് അളവുകളാണ്. ഇതല്ലാതെ വിവിധങ്ങളായ. അത് കഴിഞ്ഞാൽ ഇത് നമ്മളെ
ധാന്യങ്ങൾ, ഇത് പറ, ഇടങ്ങഴി, പക്ക, നാഴി, ഉരിയ, പിടി, ഒരു പിടി എന്നുള്ള രീതിയിൽ ധാന്യങ്ങൾ അളക്കുന്നത്. ഇത് നമ്മളെ അളവുകൾ വലിയ ദ്രാവക രൂപത്തിലുള്ള എണ്ണ 1 ലിറ്റർ, അത് അതിൻ്റെ 50 ml 10 ml അങ്ങനെയുള്ളത്. ഇത് പാലളക്കുന്ന ഗ്ലാസ്സുകളാണ്. പണ്ട് സൊസൈറ്റികളിൽ പാലളക്കാൻ കൊടുക്കുമ്പോൾ അത് 1 ലിറ്ററും 1/2 ലിറ്ററൊക്കെ ആയിട്ടുള്ള അളവുകളാണ്. ഇതും ഒരു ത്രാസാണ്. ഇതും വളരെ വളരെ വില, അതിനെല്ലാം നല്ല വിലപിടിപ്പുള്ള ത്രാസുകളാണ്. ഇതെല്ലാം ഡയമണ്ട് എല്ലാം അളക്കാൻ ഉപയോഗിക്കുന്നത് ഉണ്ട് ഇതിൽ. പണ്ട് കാലത്ത്, പിന്നീടാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക്സുകളിലേക്ക് വന്നത്. ഇത് അങ്ങനെയുള്ള അളവുകളാണ് പലതും. അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ളത്, ഇതിൽ നിന്നാണ് നമ്മൾ പിന്നെ ഇത് 50 ഗ്രാമിൻ്റെ എല്ലാം വിവിധ തരങ്ങളായിട്ടുള്ള പടികളായിട്ടുള്ളത്. ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അളവ്. മില്ലിഗ്രാമൊക്കെ അളക്കുന്നത് ഇതിൽ ഉണ്ട്. വളരെ നൈസായിട്ടുള്ള, ഇതെല്ലാം 1/2 മില്ലി 1 മില്ലി എന്നുള്ളത് അളവുകളുള്ളതാണ്. അളവുകളുടെ ഒരു വലിയ ശേഖരം തന്നെ നമ്മുടെ വലിയമല സുരേഷിന്റെ കയ്യിലുണ്ട്. ഇതാ ഈ ഒരു സാധനം, ഇത് പുതിയ തലമുറയ്ക്ക് അറിയാൻ സാധ്യത കുറവാണ്. അതിനെപ്പറ്റി ഗ്രാമഫോൺ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ പാട്ട് കേൾക്കുന്നതാണോ? അതെ അതെ. അടിപൊളി. അപ്പൊ ഇതിനകത്ത് കറണ്ടൊന്നും വേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് കറക്കി വിട്ടു കൊടുത്താൽ മതി അല്ലേ? തീർച്ചയായിട്ടും. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇതാണ് ഗ്രാമഫോണിൻ്റെ നീഡിൽ വരുന്ന ഭാഗവും. ഇത് മെഷീനാണ്. ഇത് നമ്മളൊരു കാലഘട്ടത്തിലുണ്ടായിരുന്ന കെൽട്രോൺ ഇറക്കിയിരുന്ന ടി വിയാണ്. അത് പണ്ട് ടി വി നമ്മളിത് കണ്ടാലറിയാം, ടി വികൾ പോലും അത്രമാത്രം വിലയേറിയതായിട്ടും സംരക്ഷിച്ചു വച്ചിരുന്നത്. ഷട്ടറൊക്കെ ഇട്ട് അങ്ങനെ വലിയമല സുരേഷിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള മദൻ മോഹൻ സാർ നമ്മോടൊപ്പം ചേർന്നുണ്ട്. സാർ നമസ്കാരമുണ്ട്. നമസ്കാരം. ഇപ്പോൾ പൈതൃക കൂടാരം, സുരേഷിൻ്റെ പൈതൃക കൂടാരത്തെ പറ്റി താങ്കൾക്ക് നേരത്തെ തന്നെ അറിയാം. അതിനെ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് കൂടുതൽ താങ്കളിൽ നിന്ന് അറിയാൻ താല്പര്യമുണ്ട്. എങ്ങനെയാണ് ഈ സുരേഷിൻ്റെ പൈതൃക കൂടാരത്തെ നോക്കിക്കാണുന്നത്? യെസ്, ഞാൻ ഇവിടെ പൈതൃക കൂടാരത്തിൽ എത്തിച്ചേർന്നത് ഞങ്ങൾക്ക് ഒരു ഇടം എന്നൊരു കൾച്ചറൽ ആർട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ വെച്ചാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. അങ്ങനെ അന്ന് ശ്രീ വലിയമല സുരേഷിൻ്റെ ഈ പൈതൃക കൂടാരം സന്ദർശിക്കാനിടയായി. വളരെ വലിയൊരു ആൻറ്റിക് കളക്ഷൻ ഇവിടെ ഉണ്ട്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ സംഭവമാണ്. കാരണം ഇത്രയും ഒരു കളക്ഷൻ എൻ്റെ അറിവിൽ ഈ തിരുവനന്തപുരം പ്രദേശത്തൊന്നും ഉള്ളതായിട്ട് എനിക്കറിവില്ല. അപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ പിന്നിൽ ഏകദേശം ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഏകദേശം 20 വർഷത്തോളം ഇതിൻ്റെ പിന്നിൽ തന്നെയുണ്ട്. ഈ എഫേർട്ട് എടുക്കുന്നുണ്ട്. അദ്ദേഹം ഇതിനു വേണ്ടി കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും വിപുലമായ ഒരു ശേഖരം വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ ഈ പൈതൃക കൂടാരത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഈ അറിവുകളെല്ലാം പകർന്നു കൊടുക്കാൻ സദാ സന്നദ്ധനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ആൻറ്റി കളക്ഷനും ഇദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള കലാപ്രവർത്തനങ്ങൾക്കും
എൻ്റെ എല്ലാവിധമായ ആശംസകളും നേർന്നു. താങ്ക് യു വെരി മച്ച്. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിസിറ്റി, അതായത് നമ്മളെ മീറ്ററുകൾ, സ്വിച്ചുകളുടെ പ്രത്യേക തരങ്ങൾ, അത് കൈവിലങ്ങ്, പെട്രോൾ മാക്സുകളുടെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. റാന്തലുകളുണ്ട്. ഈ പെട്രോൾ മാക്സിന് വേണ്ടി ആൾക്കാർ ഓടി നടന്നിട്ടുള്ള ഒരു വാടകയ്ക്ക് കൊടുക്കുമായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പണ്ട് രാത്രി കല്യാണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ തലയിൽ പെട്രോൾ മാക്സുമായിട്ട് പോയ ഒരു കാലഘട്ടമുണ്ട്. വിവിധതരം പടികൾ സംബന്ധിച്ച് പുതിയ തലമുറയ്ക്ക് അറിയാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. ഇതെല്ലാം വർക്കിംഗ് ആണ്. ഇതെല്ലാം നല്ല വിളിച്ച് കിട്ടുന്നതാണ്. മാൻഡിലും ഇപ്പോൾ എൻ്റെ 20ഓളം മാൻഡിലുകൾ ഇപ്പോൾ ഉണ്ട്. മാൻഡിൽ കിട്ടാത്തതുകൊണ്ടാണ് വർക്കാവാത്തത്. ഇതൊക്കെ നല്ല പ്രകാശം തരുന്ന കാര്യം, വൈദ്യുതി വെളിച്ചം പോലെ തന്നെ നല്ല പ്രകാശം തരുന്ന ഒന്നാണ്. നന്നായിട്ട് പമ്പ് ചെയ്തതിനു ശേഷം കത്തിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ? അതെ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ പലരും ഉത്സവത്തിനൊക്കെ തലയിൽ വെച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടാവും. ഒരു കാലഘട്ടത്തിൽ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഉത്സവങ്ങൾ നടന്നിരുന്നതും ഈ വെളിച്ചത്തിലല്ലേ. പിന്നെ അത് കഴിഞ്ഞ് തീവട്ടികളും പന്തങ്ങളും ഒക്കെ. ഇത് പിന്നെ ഒരു കാലഘട്ടത്തിൽ പിന്നെ വിശ്വാസത്തിൻ്റെ ചില ആചാരങ്ങളുടെ ഭാഗമായി പാദപൂജ ഉണ്ടായിരുന്നു. മരണപ്പെട്ടവരുടെ കാലിൽ ചന്ദനം പുരട്ടിയിട്ട് അത് തുണിയിലേക്ക് പകർന്നെടുത്തിട്ട് ആ അളവിൽ പാദം നിർമ്മിക്കും. ആ പാദം നിർമ്മിച്ചിട്ട് അത് ആ ഒരു തലമുറ പൂജിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ പാദപൂജയുടെ ഭാഗം, ആ വലിയ പാദവും ചെറിയ പാദവും, ഇത് മെതിയടി. എന്നാൽ ഇത് ഷൂ ഒരാളിന് ഉപയോഗിക്കാൻ പറ്റുന്ന തന്നെ തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഷൂ ആണ്. ഇട്ടുകൊണ്ട് പോകാൻ പറ്റും, അതിനുള്ളതാണ്. പിന്നെ ഇത് നമ്മളെ KSRTCയുടെ ആദ്യകാല ടിക്കറ്റ് ട്രാക്കുകൾ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാര്യം പുതിയ ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു കാരണവശാലും ഇങ്ങനെ ടിക്കറ്റ് ട്രാക്ക് ഉണ്ടായിരുന്നതായിട്ട് അറിയാനേ സാധിക്കില്ല എന്നുള്ളതാണ് അല്ലേ? രണ്ട് സൈഡിലും ഉണ്ടാവും. പിന്നെ പൈസകളാണ്, പണ്ട് ഇത്ര പൈസ എന്നുള്ള രീതിയിൽ. ഇതാണ് ഗ്യാസ് ലൈറ്റ്. പലപ്പോഴും തെറ്റിദ്ധരിച്ച് പെട്രോൾ മാക്സിൻ്റെ ഗ്യാസ് ലൈറ്റ് എന്ന് പറയുന്നത് ഗ്യാസ് ഉപയോഗിക്കുന്ന ഗ്യാസ് ലൈറ്റ്. പിന്നെ ഇത് മണ്ണെണ്ണ വിളക്കുകൾ, നമ്മളെല്ലാം വെളിച്ചമേറിയ മണ്ണെണ്ണ വിളക്കുകളുടെ ശേഖരം. അത് പല തരത്തിലുള്ളുണ്ട്. ഇത് നമ്പൂതിരി വിളക്കെന്ന് പറയും. ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഈ തിരി ഇട്ടിട്ട് കെട്ടിത്തൂക്കുമായിരുന്നു. ഇതെല്ലാം ഇതിൻ്റെ കവറിങ് നമ്മൾ സാധാ ഒരു ഗ്ലാസ് പോലെയാണ്, അതിനകത്ത് കവർ ചെയ്ത് പിന്നെ പിച്ചള കൊണ്ടുള്ള ഇതുണ്ട്. പലതരം വിളക്കുകൾ. അത് കഴിഞ്ഞ് പിന്നെ ദീപങ്ങൾ പകരുന്ന കുതിരവിളക്കും പിന്നെ ദീപങ്ങളും പൂജകളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. അത് കഴിഞ്ഞാൽ മൊന്തകൾ. അത് ഒരു മൊന്ത വെള്ളം കുടിച്ചു. നമ്മളൊന്നും വെള്ളം കുടിക്കുന്ന കാര്യം പറയുമ്പോൾ അതിലെല്ലാവരും പിന്നോക്കമാണ്. മൊന്തകൾ. ഇത് ഒരു തറവാടിൻ്റെ ആകെ അവശേഷിക്കുന്ന വിവിധ തറവാടുകളുടെ താക്കോൽ കൂട്ടങ്ങളാണ്. ഇത്രയും വലിപ്പമുള്ള താക്കോലുകൾ തറവാടുകളിൽ ഉപയോഗിച്ചിരുന്നു. 4 കെട്ട് 8 കെട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇത് ഒരു ചങ്ങല. അത് പണ്ട് ആചാരത്തിൻ്റെ ഭാഗമായി ചില ദൈവങ്ങൾ ഉറഞ്ഞു തുള്ളി വരുമ്പോൾ അരയിൽ കെട്ടിയിരുന്ന പിന്നെ ചങ്ങലയാണ് ചിലങ്ക. ഇത് നമ്മളെ തുണികൾ തേച്ചെടുക്കുന്ന വിവിധ തരങ്ങളായ തേപ്പ് കെട്ടികൾ. ഇതെന്ന് പറയാൻ വളരെ വളരെ അപൂർവമാണ്. ബാക്കിലാണ് നമ്മൾ തുറക്കുകയാണ് സാർ. കരി ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുക. നമ്മൾ പുക മാറ്റിയിട്ട് കരി.
പണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും മനുഷ്യരിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു അല്ലെ? തീർച്ചയായിട്ടും, അത് അതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ള ഒരു സംശയമില്ല അല്ലേ? അപ്പോൾ കിണ്ടി അതുപോലെ തന്നെ പലതരം ചെറിയ കിണ്ടിയിട്ട് വലിയ കിണ്ടി എല്ലാം ഓടാണ്, ഓട്ടുകിണ്ടികളാണ്. ഇത് നമ്മൾ കൗതുകപൂർവ്വം നമ്മുടെ ഒരു കാലഘട്ടത്തിൽ സിനിമ അതുപോലെ തന്നെ മറ്റ് വിളംബരങ്ങളെല്ലാം നടത്തിയിരുന്നത് ഇതുപോലെ തകിടുകൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാന്യ ജനങ്ങളെ, എല്ലാവരുടെ അറിവിലേക്കായി അറിയിക്കുന്നു, ഇന്ന് കൃത്യം 10 മണിക്ക് തന്നെ മന്നൂർക്കോണം കവലയിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഇന്നാട്ടിലെ ബഹുമാന്യരായ ജനങ്ങളെ ഒത്തുചേരണമെന്നും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കുചേരുമെന്നും അറിയിച്ചുകൊള്ളുന്നു. അടിപൊളി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പണ്ട് കാലങ്ങളില് മൈക്ക് സെറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഉപയോഗിച്ചിരുന്ന ഒരു രാജമുദ്ര. രാജകുടുംബത്തിലെ തിരുവിതാംകൂറിൻ്റെ തന്നെ നമ്മളെ പിന്നെ ഇപ്പം പിന്നെ കന്യാകുമാരിയിൽ പോയാലും ഇത്തരം ശംഖുമാർക്കുള്ള കെട്ടിടങ്ങൾ കാണാം. കെട്ടിടങ്ങളിലും വസ്തുവകകളിലെല്ലാം ഇത്തരം ചിഹ്നങ്ങൾ പതിപ്പിച്ചിരുന്നു. ഈ കാണുന്നത് ഇത് എല്ലാം പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മസാല ബോക്സാണ്. ഇതിൽ പിന്നെ നമ്മളെ പല തരത്തിലുള്ള മസാലകൾ ഇപ്പോൾ എവിടെയെങ്കിലും യാത്രക്കിടയിലൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലും പാചകം ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കലവറയിൽ നിന്ന് വീട്ടിലെ അടുക്കളയിലേക്ക് എടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന മസാല പാത്രങ്ങളായിരുന്നു. ഇത് വിവിധ തരം വാക്കി ടോക്കി മാതിരിയൊക്കെ ഉള്ളതൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇതിലെല്ലാം സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള വലിയ മൊബൈലുകളായി. ഇതെല്ലാം പലയിടത്തും റേഞ്ച് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ആൻറ്റിനെ ഉയർത്തി കൊണ്ടുവരുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഇതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത്ഭുതമാണ്. ഇതൊന്നും വേണ്ട. അങ്ങനെ എന്തായാലും അടിപൊളി ശേഖരമാണ്. അപ്പോൾ ഏറ്റവും താഴെ കാണുന്ന ഈ പുല്ലാങ്കുഴി പല, ഇത് മഞ്ചാടി പല എന്നൊക്കെ പറയും. നമ്മൾ ഇപ്പം നമ്മളെ തലമുറയിൽ നമ്മളെ അമ്മമാരും സഹോദരിമാരെല്ലാം സീരിയലും മൊബൈലുകളിലുമൊക്കെ ഒതുങ്ങിയിരുന്നപ്പോൾ നമ്മളെ മുൻകാലത്തുള്ളവരുടെ സമയം പോയിരുന്നത് അവരുടെ ആരോഗ്യവതികളായിട്ടിരിക്കുകയോ ഒപ്പം തന്നെ ഈ പല്ലാങ്കുഴി പലകകളിൽ നമ്മളെ കുന്നിക്കുരുകളും മഞ്ചാടിക്കുരുവൊക്കെ ഇട്ട് കളിക്കുമായിരുന്നു. അപ്പോൾ നല്ല ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലായിരുന്നു അത്. അതിൻ്റെ കാലം പോയി മറിഞ്ഞു. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് പാക്ക് വെട്ടി അല്ലേ? ഇത് വളരെ ചെറിയ പാക്ക് വെട്ടി തൊട്ട് ഇത് ഒരു വലിയൊരു പാക്ക് വെട്ടിയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇത് ഇത്രയും വലിപ്പമുള്ള പാക്ക് വെട്ടി അപൂർവമാണ്. ഇതാണ് വെറ്റില പെട്ടവും പണ്ട് കാരണവന്മാർ കൊണ്ട് കിടക്കുന്ന വെറ്റില പെട്ടമാണ്. പിന്നെ വേറെ ഇന്ന് സിഗരറ്റെല്ലാം നമുക്ക് നിർബാധം കിട്ടിയിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ നിങ്ങൾ നോക്ക്, ഇത് തപാലിൽ സിഗരറ്റ് വരണം, അനുമതിയോടുകൂടി തന്നെ സ്റ്റാമ്പ് ഒട്ടിച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇന്ത്യ പോസ്റ്റൽ ടുബാക്കോ എക്സൈസ് റവന്യൂവിൻ്റെ 4 അണ അടയ്ക്കണം. 4 8 അണ അടയ്ക്കുമ്പോൾ അവർ സീല് പതിപ്പിച്ചിട്ടാണ് ഇതിൽ സിഗരറ്റ് എത്തിയിരുന്നത്. ഇതിനകത്ത് വളരെ പിന്നെ പഴക്കമുള്ള നമ്മളെ പിന്നെ സ്വാതന്ത്ര്യം കിട്ടി പിന്നും അതിന് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന സിഗരറ്റിൻ്റെയാണ് ബോക്സാണ് ഇത്. യാത്രക്കിടയിൽ വെള്ളവും വീഞ്ഞും മറ്റുള്ള ദ്രാവക രൂപത്തിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ടുള്ള മുഗൾ രാജാവിൻ്റെയൊക്കെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള മനോഹരമായ ഇരുമ്പിലുള്ള എന്നാൽ തുരുമ്പെടുക്കുന്നില്ല ഇരുമ്പിലുള്ള ഇതാണ് കൂജകളാണ്. ഇതിലെല്ലാം ഓരോ ഭാഗത്തും ഓരോ ചിത്രങ്ങൾ. ഇത് എണ്ണത്തുടം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം ഇലക്ട്രിസിറ്റി ആണല്ലോ കൊണ്ടു കിടന്ന് ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുന്ന തരത്തിൽ എണ്ണക്കച്ചവടക്കാർ തലയിൽ എണ്ണക്കുടവും തൂക്കി പോകുമ്പോൾ ഓരോ തുടത്തിൽ നിന്നും അളവിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന എണ്ണത്തുടങ്ങളാണിത്. ഇത് നമ്മുടെ ആമാടപ്പെട്ടിയാണ്. സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത്. പിന്നെ നമ്മളെ പലതരം തുപ്പപ്പടിക്കുണ്ട്. വെറ്റില പുകയില കഴിഞ്ഞിട്ട് നമ്മൾ തുപ്പി ഒഴിക്കുന്നത് അതിൻ്റെ തരത്തിലുള്ളതാണ്. ഇത് മറ്റൊരു തരമാണ്. എന്നാൽ ഇത് വെറ്റില തട്ടമാണ്. ഇതൊക്കെ വളരെ 100 വർഷത്തോളം പഴക്കമുള്ളതാണ്. അപ്പോൾ ഇത് ചുണ്ണാമ്പ് ഇടുന്ന ചുണ്ണാമ്പ് കണ്ട ഇതിലിട്ടിട്ടാണ് ചുണ്ണാമ്പ് വെറ്റിലയിലേക്ക് പകർന്നത്. അത് ചെറുതുമുണ്ട് വലുതുമുണ്ട്. പലതരം പുട്ടുകുറ്റികളുണ്ട്. ഇത് നമ്മളെ തെരുവുകളിലെല്ലാം എല്ലാ ജംഗ്ഷനുകളിലും
വിളക്ക് മാടങ്ങളുണ്ടാവും. ആ വിളക്ക് മാടത്തിൽ വിളക്ക് കത്തിച്ച് വെച്ചിരുന്നിരുന്നു. അപ്പോൾ അത് മണിക്കൂറുകളോളം വിളക്ക് മരം വിളക്ക് മാടമൊക്കെ വേറെ വേറെ ഒരു തൂണിൽ തന്നെ കെട്ടിത്തൂക്കിയിടുന്ന സംവിധാനം ഉണ്ടായിരുന്നു. പാലും ചായ കൊണ്ടുപോകാനും മോര് കൊണ്ടുപോകാനൊക്കെ ഉണ്ടായിരുന്ന കൂജകളാണ്, പലതരത്തിലുള്ള കൂജകളാണ്. കൂജകളിൽ തന്നെ ഗ്ലാസ്സുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ടാവും. കുടിക്കാനായിട്ട് പലതരം കൂജകളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളാണ്. അളവ് തൂക്കത്തിൻ്റെ ഒരു മഞ്ഞുകല്ലുകളോടൊപ്പം തന്നെ പഴക്കമാണ് ഈ വെള്ളിക്കോലുകൾക്ക്. ഇത് വെള്ളിക്കോല്, വെള്ളി കൊണ്ട് നിർമ്മിച്ചില്ല എങ്കിലും പേര് വെള്ളിക്കോലാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു കയറ് കെട്ടി പിടിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ എന്താണ് ഉൽപ്പന്നങ്ങൾ തൂക്കിയിട്ടിട്ട് അതിനനുസരിച്ച് അളവ് അറിയാൻ പറ്റുന്നുണ്ട്. ഇത് പഴയകാല ലഹരി ഉപയോഗിക്കുന്ന ഹുക്ക വലിച്ചിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ മുകളിൽ പുകയില ഉൽപ്പന്നങ്ങളിട്ട് അത് കരിയിൽ കത്തിച്ച് അത് ആ പുക താഴേക്ക് വന്ന് വെള്ളത്തിലൂടെ വരുന്നു. അതനുസരിച്ച് മാറി മാറി ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഉത്തരേന്ത്യയിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ഹുക്ക വലിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന ആ വാളുകൾ നല്ല വെയിറ്റുള്ള വാളുകളാണ്. അതിൻ്റെ ഷേപ്പും ഒക്കെ ഏതാണ്ട് ഇത് വളരെ നല്ല വാള്. പരിചയിലെല്ലാം ഓരോ ചിഹ്നങ്ങളുണ്ട്. അടിപൊളി അക്രമങ്ങളുടെ ഓരോ മൃഗങ്ങളുടെയൊക്കെ ആ ശൗര്യമായിട്ടുള്ള ചിഹ്നങ്ങളെല്ലാം ഇതിൽ കൊത്തുപണിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം തൂക്കുപാത്രങ്ങൾ. ഇഡ്ഡലി കുട്ടുവാണെങ്കിൽ തന്നെ ഇത് തൂക്കുപാത്രങ്ങൾ വിവിധങ്ങളായ ആവശ്യത്തിന് നമ്മൾ പാടത്തൊക്കെ പണിക്ക് പോകുമ്പോഴത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയ വെള്ളമൊക്കെ കൊണ്ടുപോയി തൂക്കുപാത്രങ്ങളിൽ. ഇത് പാല് വാങ്ങിക്കാനൊക്കെ ഒരു കാലഘട്ടത്തിൽ ഗ്രാമീണ ചിത്രങ്ങളുടെ ഒരു ഭാഗമാണ്. ആദ്യകാല അമേരിക്കൻ മെയ്ഡായിട്ടുള്ള തയ്യൽ മെഷീനാണ് ഇത്. നമ്മളെ റെയിൽവേയുടെ ട്രെയിനിൻ്റെ യാത്രയായി ബന്ധപ്പെട്ട് അത് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള ഒരു സ്റ്റിൽ മോഡലാണ്. ഇതിന് ബേസ് ചെയ്താണ് ഒരു ട്രെയിൻ സഞ്ചരിക്കുന്നത്. വേണ്ട ചക്രത്തിലൂടെ പോവുകയും അതിൻ്റെ കാലുകൾ നീങ്ങുന്ന പാളത്തിലൂടെ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം. അതെ അതെ. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സാൻഡ്വിച്ച് മറ്റുള്ളതൊക്കെ ഇറച്ചി അവശിഷ്ടങ്ങൾ പൊടിച്ചെടുക്കുന്ന ഗ്രൈൻഡറാണ്. കൈ കൊണ്ട് തന്നെ ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. മണ്ണെണ്ണ വിളക്കുകൾ. ഇതാണ് നമ്മളെ സൈക്കിളിൽ വെളിച്ചം വയ്ക്കുന്ന സൈക്കിൾ ലാമ്പ്. അപ്പോൾ ഇതിൽ നല്ല ഇതിനകത്ത് നമ്മൾ വിളക്ക് കത്തിച്ച് സൈക്കിളിൽ തൂക്കിയിട്ടിട്ട് പോകുന്നു. നല്ല പ്രകാശം കിട്ടും. മണ്ണെണ്ണ ചെറിയ ബോക്സിൽ വെച്ച് നമ്മൾ അന്നത്തെ വലിയ ദീർഘദൂര യാത്രയ്ക്കൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് ലെൻസ് നല്ല പവറായിട്ട് കിട്ടിയും ചെയ്യും. ലെൻസാണ്. പണ്ട് കാലത്ത് യാത്ര ചെയ്യുന്നതിനായിട്ട് കാറ്റടിച്ചാൽ അണയാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ അന്നേ അല്ലേ പഴയ തലമുറ കണ്ടെത്തിയിരുന്നു. അതിനുള്ള സംവിധാനങ്ങൾ കൂടി എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, അപ്പോൾ ഇനിയും ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. ഇത് വിവിധതരം ലക്ഷ്മി വിളക്കുകളുടെ കളക്ഷനാണ്. ഇത് പലതരം പാനകളാണ്. ഇത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ മുൻകാലങ്ങളിൽ കല്യാണത്തിന് ഉപയോഗിച്ചിരുന്ന വെറ്റില. വലിയ ഒരു കല്യാണത്തിന് വരുമ്പോൾ പണ്ട് വെറ്റിലേറ്റെല്ലാം ഉണ്ടാകും. ഇതിനകത്ത് വെള്ളമൊഴിച്ച് വെറ്റില നിറയെ വെച്ചുകയും ആവശ്യക്കാർക്ക് ഒരു പാത്രത്തിൽ പിന്നെ അടയ്ക്ക മുറിച്ചിട്ടതും പുകയിലേക്ക് കാണും. അതെടുത്തതിന് ശേഷം അത് മുറുക്കി ഈ വലിയ പൂജയിലേക്ക് കോളാമ്പിയിലേക്ക് ഒഴിക്കുന്ന തുപ്പി ഒഴിക്കാം. നെല്ല് പുഴുങ്ങുന്ന കലങ്ങളാണ്, ചെമ്പ് കലങ്ങൾ. അത് നമ്മളെ സദ്യക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത്തരം പാത്രങ്ങളിൽ കൊണ്ടുവന്ന് മസാലകൾ കൊണ്ടുവച്ച് ഇത് ഒറ്റ തടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മസാല പാത്രമാണ് പണ്ടത്തെ. ഇതിൽ ഓരോ ഒറ്റ മസാലകളിട്ട് ഇത് പിന്നെ തേങ്ങ ചെരുകാനും പച്ചക്കറി അരിയാനും ഒപ്പം മീൻ കട്ട് ചെയ്യാൻ ഈ സൈഡിൽ മുറിച്ചുണ്ട് മീൻ കട്ട് ചെയ്യാം. ഇത് ചായക്കടകളിലുള്ള ബോയിലർ. ഇപ്പോൾ ഇത് തൂക്കുപാത്രം നമ്മൾ കാണുന്ന നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ ഇത് നമ്മളെ പാടത്ത് ഒന്നിലധികം പേര് നമുക്ക് പണിക്കുണ്ടെങ്കിൽ അവർക്ക് പഴങ്കഞ്ഞിയായിരുന്നു നല്ല ആഹാരങ്ങൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു ഐറ്റം കറി വയ്ക്കുക. അത് കഴിഞ്ഞ് അടുത്ത് 3 ഐറ്റം കറി വയ്ക്കുക.
ഇതിനകത്ത് അച്ചാർ വയ്ക്കാം, ഇതിനകത്ത് കഞ്ഞി ഒഴിക്കാം, കറിയും കഞ്ഞിയും എല്ലാം കൂടെ. അതെ, അതെ. കൊണ്ടുപോകാൻ പറ്റും അല്ലേ? പല പല പാത്രങ്ങളിലായിട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഒന്നിനകത്ത് തന്നെ എല്ലാം നമുക്ക് അതിനകത്ത് കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ചോറ്റുപാത്രം, ചുറ്റുപാത്രം, ടിഫിൻ കാരിൻ്റെ പറ്റുള്ള പണ്ട് കെറ്റിൽ, ആദ്യകാലം ഇത് നമ്മളെ അടുക്കളയ്ക്ക് അകത്ത് ഉപയോഗിച്ചിരുന്ന മസാലത്തട്ടാണ്. അത് തടിയിൽ വിവിധ മസാലകൾ ഇങ്ങനെ ഇട്ട്. ഇത് അതുപോലെ തന്നെ ഉറി, ഈ ഉറിയുടെ ഉപയോഗം കൂടി കാര്യം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ആദ്യകാലം ഫ്രിഡ്ജിൽ നിന്ന് തന്നെ പറയാമല്ലോ നമ്മള്. ഇപ്പൊ ഫ്രിഡ്ജിലില്ലാത്ത സാധനങ്ങളില്ല. പക്ഷെ ഇത് നമ്മളെ എല്ലാം പൂച്ചയും വേറെ ഒന്നും എടുക്കാതിരിക്കാൻ അടച്ചിട്ട്. കാര്യം ഈ ഇതുപോലെ കഴുക്കോലിലൊക്കെ കെട്ടി തൂക്കി ഇടുമ്പോ ഇതിനകത്ത് പൂച്ചയോ എലിയോ പാറ്റയോ അങ്ങനെ ഒന്നും പെട്ടെന്ന് കയറി ആക്രമിക്കാൻ വരില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഉറിക്കുണ്ട്. ഇന്നിപ്പോ എവിടെ വെച്ചിരുന്നാലും ചിലപ്പോൾ ഇതൊക്കെ കയറി എന്നുള്ള സാധ്യതയുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അതില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോ കലം എന്ന് മാത്രമല്ല, ഇത് എന്താണ് സാധനം ഈ കാണുന്നത്? പറണ്ടയ്ക്ക. അതായത് എല്ലാ വീട്ടിലും അന്ന് ഈ വയറുവേദനയും പല അസുഖങ്ങളും വരുമ്പോൾ വനത്തിൽ നിന്ന് ഇതേപോലെ ഒരു പറണ്ട കെട്ടിയിട്ടേക്കും. ഇതിനകത്ത് നല്ല കട്ടിയുള്ള തോടാണ്. അത് പൊട്ടിച്ച് ചില അസുഖങ്ങൾക്ക് കഞ്ഞി ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾക്കെല്ലാം അത് അരച്ച് പിന്നെ വേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേഗം മാറുന്നുണ്ട്. വൻകുളം നമ്മൾ പിന്നെ പഴയകാല വീടിൻ്റെ അഭിഭാജ്യ ഘടകമാണ്. ഒരു കുടം വെള്ളം കോരിക്കൊണ്ട് വരണം. അന്നത്തെ കുട്ടികളെല്ലാം പിന്നെ വെള്ളം കൊണ്ടുവരാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഇത് കൽപ്പാത്രങ്ങൾ, കൽച്ചട്ടികൾ. അപ്പോൾ ഇതിലാണ് പിന്നെ ഒരു കാലഘട്ടത്തിൽ കറിയും വയ്ക്കാം, എന്നാൽ ഉപ്പ് അടക്കമുള്ള സാധനങ്ങൾ മത്ത്, തൈര് കടയുന്ന മത്താണ്. അപ്പോൾ മരവികൾ, ഉപ്പ് മരവികൾ, ഉപ്പ് പരലുകൾ വയ്ക്കുന്നത്. ചെപ്പം എന്ന് വേണ്ട എല്ലാ സാമഗ്രികളുണ്ട്. ഇതെന്താണ് സാധനം? ഇതാണ് പിന്നെ ഒരു വീട്ടിൽ ആദ്യകാല വീടുകളിലെല്ലാം അടച്ചുറപ്പുള്ളത് സ്വർണവും പണ്ടവും സൂക്ഷിക്കാനല്ല, പലവ്യഞ്ജന പെട്ടികൾ അടച്ചുറച്ച് സൂക്ഷിക്കുന്ന അടുക്കളയാണ് ഒരു കാലഘട്ടത്തിൽ അടച്ചുറപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതെന്താണ് സാധനം ഇങ്ങനെ കറങ്ങുന്ന? പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഗ്രൈൻഡറിൻ്റെ ആദ്യ രൂപം ഹാൻഡ് ഗ്രൈൻഡറാണ്. ഇതിൽ ഇതെല്ലാം അരി അല്ല പൊടിക്കേണ്ട സാധനങ്ങൾ ഇട്ടിട്ട് ഇത് ഇവിടെ വെച്ചുമ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കണം. കറക്കുമ്പോൾ ഇത് പൊടിച്ച് ഒരു സൈഡിൽ കൂടെ എടുക്കുക. ഇത് കല്യാണത്തിനൊക്കെ രാവിലെ കല്യാണ വീടുകളിലൊക്കെ വിശേഷം വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട്, നൂലപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് ഇതിൽ വേഗം വേഗം ഒരാൾ മാവ് എടുത്തിട്ട് കൊടുക്കും, ഒരാൾ അമർത്തിക്കുന്നതനുസരിച്ച് അടിയിൽ പാത്രം വെച്ചിട്ട് ഇത് മാറ്റിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ വിവിധ പിന്നെ ഇതെല്ലാം നമ്മളെ അസുഖങ്ങൾ വരുന്നവർക്ക്, പലതരം അസുഖങ്ങൾ എന്ന ഒരു കാലഘട്ടത്തിൽ വരുന്നവർക്ക് ഉപയോഗിച്ചിരുന്ന പിന്നെ മരത്തിലുള്ള പ്രത്യേക കാഞ്ഞിരത്തിലും അല്ലാതെയൊക്കെയുള്ള പ്ലേറ്റുകളാണ്. അല്ല ഒന്നുമില്ല, അടിയിലുള്ള ഇത് പഴയകാല ഒരു സ്റ്റൗവാണ്, അടുപ്പ്. ഇതിൽ പിന്നെ കത്തിക്കാനുള്ള സംവിധാനമുണ്ട്. വിവിധങ്ങളായ സ്റ്റൗവാണ്. മണ്ണെണ്ണ സ്റ്റൗ, അത് കഴിഞ്ഞ് തിരി സ്റ്റൗ, ഇത് ഇലക്ട്രിക്കൽ വന്നപ്പോൾ കോയിലുള്ള സ്റ്റൗ, പിന്നെ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ പല കേബിൾ കറങ്ങി വരുന്നത് അടുത്ത ഡിസ്ക് പോലത്. ഇത് ഗ്യാസ് കത്തിക്കും പോലെയാണ്. ഇതേതാ മണ്ണെണ്ണ സ്റ്റൗവാണ്. ഇത് ഗ്യാസിൻ്റെ ആണ്. ഇത് നമ്മൾ മറ്റ് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പട്ടാളക്കാരൊക്കെ ഉപയോഗിക്കുന്ന, അവർക്ക് അത്യാവശ്യം ചായ കാപ്പിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ കൽക്കരിയുടെ പീസിട്ട് ഇതിനകത്തിട്ട് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഇത് 4 തിരിയുള്ള മണ്ണെണ്ണ സ്റ്റൗ. നമ്മൾ ചിരവകൾ അപ്പുറത്തും കണ്ട് പലതരം ചിരവകളാണ്. അതിൽ തന്നെ ഇതൊരു തരം ബെഞ്ച് പോലെ ചിരവേണ്ട, അതിലിരുന്നും കൊണ്ട് നമുക്ക് ചിരകാൻ പറ്റും. അതിനകത്ത് തന്നെ ഇത് സാമ്പാറൊക്കെ കോരാൻ വീഴുന്ന തടിയിലുള്ള സാമ്പാർ കോരി ഈ ചിരവ പിന്നെ കറക്കിയെടുക്കുക. ഇതും മറ്റു ചിരവകളാണ്. പണ്ട് ചോറ് എല്ലാം കൈ എന്ന് പറയും. ഇത് തടി കൊണ്ടുള്ള ഈ സ്പൂണും ഉണ്ടായിരുന്നു കോരിയിരുന്നത്. വലിയമല സുരേഷിൻ്റെ ഈ പൈതൃക കൂടാരം പ്രേക്ഷകർക്ക്, ഈ പൈതൃക കൂടാരത്തിൻ്റെ കാഴ്ചകൾ പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഇഷ്ടമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണ് പ്രേക്ഷകരോടായിട്ട് അല്ലെങ്കിൽ കുട്ടികളോടായിട്ട് സുരേഷിന് അവസാനമായിട്ട് പറയാനുള്ളത്? അല്ല, ഇത് കാണുന്നതിന് ഇത് വളരെ വരും തലമുറകൾ ഇത് കണ്ടിരിക്കണം. ഇത്തരം അറിവുകൾ വലിയ മ്യൂസിയങ്ങളിലൊന്നും ഇത്തരം കളക്ഷൻ ഉണ്ടെന്ന് തന്നെ സംശയമാണ്. നമ്മൾ അതിപുരാതനമായ സാധനം ഇല്ലെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഞങ്ങളൊക്കെ ജീവിച്ചിരുന്ന പിന്നെ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഇത്തരം സാധനങ്ങൾ കാണുന്നതിന് എല്ലാവർക്കും സുസ്വാഗതം. അതാണ് സുരേഷിൻ്റെ ഈ പൈതൃക കൂടാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏവർക്കും ഇവിടെ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ
മായാക്കാഴ്ചകളുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.